ഒന്നാമൻ. പാദവാർഷിക പരീക്ഷ കഴിഞ്ഞ് അധ്യാപകൻ വിദ്യാർത്ഥികൾക്ക് ഉത്തരക്കടലാസുകൾ വിതരണം ചെയ്തു. നിങ്ങളുടെ എല്ലാവരുടെയും ഉത്തരക്കടലാസുകൾ തിരുത്തിക്കഴിഞ്ഞു. ഇത്തവണ 2 വിദ്യാർത്ഥികൾ ക്ലാസ്സിൽ 1-ാം സ്ഥാനത്ത് എത്തിയിട്ടുണ്ട്. എടാ, എങ്ങനെയാടാ? പതിവ് പോലെ കൃഷ്ണൻ 1-ാം സ്ഥാനത്ത് എത്തിയിട്ടുണ്ട്. ആ രണ്ടാമത്തെ വിദ്യാർത്ഥി ആരടാ? അത് തീർച്ചയായും ഞാനായിരിക്കില്ലടാ. രമേശാണോ? നമ്മുടെ ശങ്കർ തന്നെ. ഒരു നിമിഷം ശാന്തതയായി. എല്ലാവരും പരസ്പരം നോക്കാൻ തുടങ്ങി. ശങ്കർ ഒടുവിൽ നിന്ന് 1-ാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നു. ക്ലാസ് റൂമിലെ ചിരിയുടെ ശബ്ദം നിലയ്ക്കാൻ കുറേ സമയം പിടിച്ചു. ചിരിക്കരുത് ശങ്കർ. നിനക്ക് 1-ാം സ്ഥാനത്തെത്താനാവും. അതിനാദ്യമായി TV കാണുന്നത്, സിനിമ കാണുന്നത് നിർത്ത്. അതിരാവിലെ 5 മണിക്ക് എണീറ്റ് പഠിക്കാൻ ആരംഭിക്കണം. ഞാൻ തരുന്ന ഹോംവർക്ക് നാളത്തേക്ക് മാറ്റിവെക്കാതെ ഉടനെ എഴുതി പൂർത്തിയാക്കണം. നിനക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ എന്നോട് ചോദിക്കാം. സർ, ഇതൊക്കെ ചെയ്താൽ എനിക്ക് 1-ാമനായിട്ട് വരാൻ പറ്റുമോ? വാശിയോടെ ചെയ്താൽ തീർച്ചയായും പറ്റും. ശങ്കറിന്റെ വീട്ടിൽ. എന്താ ശങ്കർ, മുൻപൊക്കെ നിന്നെ എണീപ്പിച്ച 8 മണിക്ക് ഉണരാറുള്ളൂ. ഇപ്പോഴൊക്കെ 5 മണിക്ക് എണീറ്റ് പഠിക്കാൻ തുടങ്ങിയല്ലോ. ഇതാ, ഈ കാപ്പി കുടിച്ചിട്ട് പഠിക്കാൻ നോക്ക്. ശങ്കർ അധ്യാപകൻ പറഞ്ഞതനുസരിച്ചതുകൊണ്ട് പെട്ടെന്ന് തന്നെ നല്ല മുന്നേറ്റം കാണാൻ സാധിച്ചു. അർദ്ധവാർഷിക പരീക്ഷയ്ക്ക് ശേഷം അർദ്ധവാർഷിക പരീക്ഷാഫലം ഞാനിപ്പോ പറയാൻ പോവുകയാണ്. ക്ലാസ്സിൽ ഇത്തവണ 1-ാമനായി വന്നിരിക്കുന്ന ആരാണെന്നറിയാമോ? ലാസ്റ്റ് ബെഞ്ചിലിരിക്കുന്ന നമ്മുടെ ശങ്കറാണ്. ഇത് കേട്ട ഉടനെ വിദ്യാർത്ഥികൾ കരഘോഷത്തോടെ അനുമോദിച്ചു. ഗുണപാഠം: കഠിനാധ്വാനവും താൽപര്യവും ഉണ്ടെങ്കിൽ ഒരുവന് എന്തും നേടിയെടുക്കാനാവും.